ഹരേ ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരി ഹരി. ഗുഹസംഗമമാണ്. രാമാഗമന മഹോത്സവം എത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ സ്വാമിയായിട്ട വയസ്യനായുള്ളൂ ഒരു രാമൻ തിരുവടിയെ കണ്ടു വന്നിപ്പാൻ പക്വമനസ്സോടു ഭക്തൈവ സത്വരം പക്വഫലാമതു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷേപ്യ ഭക്തൈവ ദണ്ഡ നമസ്കാരം ചെയ്തു. പെട്ടെന്നെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്യാദൃഢമണച്ചാശ്ലേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്തു. കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനുമുര ചെയ്തു. ധന്യനായേനടിയനെന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം. നൈഷാദമായുള്ള രാജമിതുമൊരു ദോഷണഹീനമദീനമല്ലോ തവാം. ഭീങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക. സന്തോഷം ഉൾക്കൊണ്ടിരീ നിന്തിരുവടി സന്തതമത്ര വസിച്ചരുടീലനം. അന്തഃപുരം മമ ശുദ്ധമാച്ചീലനം അന്തർമുദാപാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കേണമേ. കാലേ കനികൂടനുഗ്രഹിക്കേണമേ. ഇത്തം പ്രസാദിച്ചു നിൽക്കും ഗുഹനോടു ഉദ്ദാസം പൂണ്ടരുൾ ചെയ്തിരു രാഘവൻ. ഭഗവാന്റെ ആഗമന വാർത്ത സന്തോഷത്തോടെ ഗുഹൻ കേട്ടറിഞ്ഞു. തന്റെ സ്വാമിയും ഇഷ്ടമിത്രവുമായ ശ്രീരാമദേവനെ കണ്ടു വണങ്ങുവാൻ ഭക്തിപൂർവം പഴങ്ങൾ, തേന്, പുഷ്പങ്ങൾ തുടങ്ങിയവയെല്ലാം സംഭരിച്ചു കൊണ്ടുവന്ന് ശ്രീരാമസന്നിധിയിൽ സമർപ്പിച്ചിട്ട് ഗുഹൻ ദണ്ഡനമസ്കാരം ചെയ്തു. ശ്രീരാമൻ സന്തോഷപൂർവം ഗുഹനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു മാറോടണച്ചു. മന്ദഹാസത്തോടെ മധുരമായി ക്ഷേമാന്വേഷണം നടത്തിയ ശ്രീരാമദേവനോട് ഗുഹൻ പറഞ്ഞു, ഭഗവാൻ, ഇന്ന് ഞാൻ കൃതാർത്ഥനായി. ഈ കാട്ടാള ജന്മം പവിത്രമായി. ഇന്ന് ഈ നൈഷാദ രാജ്യം ഒരു ദോഷവുമില്ലാത്തതാണ്. ഈ രാജ്യത്തെയും അങ്ങേക്ക് കിങ്കരനായ ഇവനെയും സങ്കടം കൂടാതെ രക്ഷിച്ചാലും അങ്ങ് സന്തോഷത്തോടെ എന്നെന്നും ഇവിടെ തന്നെ വസിക്കണം. അങ്ങയുടെ പാദവാംശങ്ങൾ കൊണ്ട് എൻ്റെ അന്തഃപുരം ഇന്ന് പവിത്രമാക്കണം. ഈ കിഴങ്ങുകളും പഴങ്ങളുമെല്ലാം സ്വീകരിച്ച് അങ്ങ് കനിവോടെ എന്നെ അനുഗ്രഹിക്കാൻ അച്ചാലും. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഗുഹനോട് മന്ദഹാസത്തോടെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, കേൾക്ക നീ വാക്യം മതീയം മമസഖേ, സൗഖ്യമതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. അന്യതത്വം ഭുജിക്കുന്നതുമില്ലെന്നു മന്യേ വനവാസകാലം കഴിവോളം. രാജ്യം മമൈതത് ഭവാൻ മത്സഖിയല്ലോ, പൂജനാം നീ പരിപാലിക്ക സന്തതം. കുണ്ടഭാവം ചെറുതുണ്ടാകുകയും വേണ്ട, കൊണ്ടുവരിക വടക്ഷീരമാശുനീ. തക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘൂത്തമൻ. ശുദ്ധവടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായോരു ജടാമകുടത്തോടും സോദരൻ തന്നാൽ കുശധരാജ്യങ്ങളാൽ സാദരമാശ്രദ്ധമായ തൽപ്പത്തലേ. പാനീയമാത്രമശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പുകൊണ്ടീരിനാൽ പ്രസാദമൂർധനി പര്യങ്കേ താപുരാം വാസവും ചെയ്തുടങ്ങിയിടുന്നതു പോലെ. ലക്ഷ്മണൻ വില്ലുവമ്പം ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിഴക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനാൻ. കൂട്ടുകാരാ, ഞാൻ പറയുന്നത് കേൾക്കും. ഇതിൽ കൂടുതൽ സന്തോഷം എനിക്കുണ്ടാകാനില്ല. 14 വർഷം കഴിഞ്ഞേ ഞാൻ ഗ്രാമങ്ങളിലെ വീടുകളിൽ പാർക്കുകയുള്ളൂ. വനവാസകാലം കഴിയുന്നവരെ അന്യത തരുന്നതൊന്നും അനുഭവിക്കേണ്ട എന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ രാജ്യം തന്നെ. നിങ്ങൾ എൻ്റെ മിത്രവുമാണ്. ബഹുമാന്യനായി നീ തന്നെ രാജ്യം ഭരിക്കുക. ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് പ്രയാസം തോന്നരുത്.
ഉടനെ കുറച്ച് പേരാനിൽ കര കൊണ്ടുവന്ന് തരിക. ഉടനെ തന്നെ ഗുഹൻ പേരാനിൽ കര എത്തിച്ചു കൊടുത്തു. ആ മരക്കറിയും ഭസ്മവും ചേർത്ത് തലമുടി ജട പിടിപ്പിച്ച് കെട്ടി ലക്ഷ്മണൻ ഭദ്രപ്പയും മറ്റും വിരിച്ച് തയ്യാറാക്കിയ കൽപ്പത്തില് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടൊത്ത് ജലം മാത്രം കുടിച്ചുകൊണ്ട് മുമ്പ് മാളികമുറിയിൽ സുഖശയിൽ എന്ന പോലെ ശയിച്ചു. ഗുഹനോടൊത്ത് ലക്ഷ്മണൻ അമ്പും വില്ലും ധരിച്ചുകൊണ്ട് കാവൽ നിന്നു. ലക്ഷ്മി വല്ലഭനായ ശ്രീരാമചന്ദ്രനും ലക്ഷ്മി ദേവിയായ സീതയും മരച്ചുപൊട്ടിൽ കിടക്കുന്നത് കണ്ടിട്ട് ദുഃഖിതനായ ഗുഹൻ കണ്ണനെ പാർത്തുകൊണ്ട് ലക്ഷ്മണനോട് പറഞ്ഞു, പുഷ്കരനേത്രനെ കണ്ടീലയോ സഖേ, പർണതൽപേ ഭുവിതാരുമൂലേ കിടന്നോ ജനേന്ദ്രനുറങ്ങുമാറായതു. സ്വർണതൽപേ ഭവാനോ തമേ സത്പുരേ, പുണ്യപുരുഷൻ ജനകാധ്വജയോടും പള്ളിക്കുറുപ്പുകൊള്ളും മുന്നമിന്നിഹ പല്ലവ പല്യങ്ക സീമനീവനാന്തരേ. ശ്രീരാമദേവന് ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിരു കൈകേയും മന്ദരാചിന്തമാത്തായ കൈകേകിതൻ ഹന്ത മഹാപാവമാചരിച്ചാണല്ലോ. ശുത്വാഗോക്തികളിത്തമാകണ്ട സൗമിത്രയും സത്വരമുത്തരം ചൊല്ലിനാൻ. ഭദ്രമതയെ ശൃണുമധ്വജനം രാമഭദ്രനാമം ജപിച്ചീടുക സന്തതം. കസ്യ ദുഃഖസ്യ ഗോഹേ ദുർജഗത്തഹേ, കസ്യ ദുഃഖസ്യ വാകോ ഭീസേതു സഖേ. പൂർവജന്മാർജിത കർമ്മമത്രേ ഭൂമി സർവരോഗർക്കും സുഖദുഃഖ കാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിന്നാരും ഉൾക്കാവിലോട്ടു കണ്ടാലില്ല നിർണയം. ഏകൻ മമാം സുഖദാതാ ജഗതി മറ്റേകൻ മമാ ദുഃഖാദാതാ വിധീത സബുധാ. തോന്നുന്ന അജ്ഞാന ബുദ്ധികൾക്ക് എപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ഞാനിതിൽ നിന്നു കർത്താവെന്നു തോന്നുന്നു മാനസതാഭിമാനേനകേൽ. ലോകം നിജകർമ്മസൂത്രബന്ധം സഖേ, ഭോഗങ്ങളും നിജകർമാനുസാരികൾ. വിത്രാരുദാസീന ബാന്ധവാ ചേഷമധ്യസ്ഥാ സൂർജനാ ഭേദബുദ്ധിഭ്രമം. ചിത്രമത്തെ നിരൂപിച്ചാൽ സുകർമ്മങ്ങൾ എത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ. ദുഃഖസുഖം നിജകർമ്മവശകതമൊക്കെ ഉൾക്കാമ്പുകൊണ്ടു നിലച്ചതിൽ യജ്ഞാതാഗതം തത്ര കലാതടേ തത്തദ്ഭുജിച്ചതി സ്വസ്ഥരായി വാഴണം. ഭോഗത്തിനായിക്കൊണ്ടു കാമിക്കുകയും വേണ്ട, ഭോഗം വിജീകൃതം ഭർജിക്കുകയും വേണ്ട. വ്യർത്ഥമോട്ടോളം വിഷാദഹർഷാദികൾ ചിത്തേ ശുഭാശുഭകർമ്മഫലോദയം. മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുത്പന്നം വിധിവിഹിതം സഖേ. സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ, നീക്കാവതല്ല സുരാസുരന്മാരാരും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരുമാകുലമില്ല ദുഃഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കലെത്രയുമല്ലടോ. ദുഃഖമധ്യേ സുഖമായി വരും, പിന്നെ ദുഃഖം സുഖമധ്യ സംസമായും വരും. രണ്ടുമന്യോന് സംയുക്തമായേവനുമുണ്ട് ജലഭംഗമെന്ന പോലെ സഖേ. കൂട്ടുകാരാം, കമലാക്ഷനെ നോക്കൂ. മരച്ചുപൊട്ടിലെ തറയിൽ ഇലവരിയിൽ അദ്ദേഹം പറകുന്നു. തലസ്ഥാന നഗരിയിലെ കൊട്ടാരക്കെട്ടിനുള്ളിലെ സ്വർണ്ണക്കെട്ടിലെ സീതാദേവിയൊരിടത്ത് മക്ബക്ക് തുടങ്ങിയിരുന്ന പുണ്യപുരുഷൻ ഇന്ന് കാട്ടിനുള്ളിലെ തറയിലെ തളിരിലവിരപ്പിൽ കിടന്നുറങ്ങുന്നു. ശ്രീരാമന് ദുഃഖം വന്നതിന് കാരണം കയ്യേകിയാണ്. മന്ത്രിയുടെ മനോഹരത്തിന് വഴങ്ങി കയ്യേകിയാണ് ഈ മഹാഭാവം പ്രവർത്തിച്ചത്. ഗുഹന്റെ വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ മറുപടി പറഞ്ഞു, സുഹൃത്തേ, എൻ്റെ വാക്കു കേൾക്കൂ. എപ്പോഴും രാമനാമം ജപിക്കുക. ആരുടെയും ദുഃഖത്തിന് മറ്റാരും കാരണക്കാരല്ല. ആരും സുഖം കൈവരുന്നതിന് മറ്റാരും കാരണമാവുന്നില്ല. മുജ്ജന്മത്തിൽ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളാണ് സകല രോഗരുടെയും സുഖദുഃഖങ്ങൾക്കു കാരണമാകുന്നത്. സുഖവും ദുഃഖവും ദാനം ചെയ്യാൻ ആരും ശക്തരല്ല. ഒരുവൻ എനിക്ക് സുഖം നൽകുന്നുവെന്നും മറ്റൊരാൾ എനിക്ക് ദുഃഖം നൽകുന്നുവെന്നുമുള്ള തോന്നൽ ഉണ്ടാകുന്നത് അജ്ഞാനികൾക്കാണ്. വിദ്വാൻമാർക്ക് അങ്ങനെയുള്ള വിചാരം ഉണ്ടാകുന്നതേയില്ല. മനസ്സിലെ വ്യഥാഭിമാനം കൊണ്ടാണ് ഞാൻ കർത്താവാണ് എന്ന് തോന്നലുണ്ടാകുളമാക്കുന്നത്. സകല ജനങ്ങളും സ്വന്തം കർമ്മങ്ങളാവുന്ന ചരലിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സ്വന്തം കർമ്മങ്ങൾക്കനുസരിച്ച് സുഖഭോഗങ്ങൾ കൈവരുന്നു.
കൂട്ടുകാരൻ ശത്രു, ശത്രുവും മിത്രവുമല്ലാത്തവൻ, ബന്ധു, വിരോധി, മധ്യസ്ഥൻ, സുഹൃത്തുക്കളെ എന്നിങ്ങനെയുള്ള ഭേദചിന്തകൾ വിചിത്രമാണ്. സ്വന്തം കർമ്മങ്ങൾ ഓരോ പരിസ്ഥിതിയിലും ഏതു തരത്തിൽ കാണപ്പെടുന്നുവോ അവിടെ ആ വിധത്തിൽ തന്നെ ആകുന്നു സുഖദുഃഖങ്ങളെല്ലാം. സ്വന്തം കർമ്മങ്ങളനുസരിച്ചാണ് വിചാരങ്ങൾ ഓരോ കാലത്തും വന്നു ചേരുന്നതെല്ലാം അനുഭവിച്ച് സ്വസ്ഥനായി വസിക്കണം. സുഖഭോഗങ്ങളെ ത്യാഗിയോടെ ആഗ്രഹിക്കുകയും വേണ്ട. ഭക്യാലബ്ധമായ സുഖങ്ങളെ ഉപേക്ഷിക്കുകയും വേണ്ട. ശുഭമോ അശുഭമോമായ കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ മനസ്സിൽ ആഹ്ലാദമോ വിഷാദമോ ഉണ്ടാകേണ്ടതില്ല. വിധിവിഹിതമായ മനുഷ്യ ശരീരം ലഭിക്കുന്നത് തന്നെ പുണ്യപാപങ്ങളുടെ ഫലമായിട്ടാണ്. സുഖദുഃഖങ്ങൾ എല്ലാവർക്കും ജന്മസിദ്ധമാണ്. അവയെ ഒഴിവാക്കാൻ ദേവന്മാർക്കോ അസുരന്മാർക്കോ പോലും കഴിയില്ല. ലോകജീവിതത്തിൽ സുഖത്തിന് ശേഷം ദുഃഖവും ദുഃഖത്തിന് ശേഷം സുഖവും രാപ്പകലുകൾ എന്ന പോലെ മാറി മാറി വരും. ചിലപ്പോൾ ദുഃഖത്തിനിടയ്ക്ക് സുഖവും സുഖാനുഭവങ്ങൾക്കിടയ്ക്ക് ദുഃഖവും ഉണ്ടാവും. വെള്ളവും ചെളിയും എന്ന പോലെ രണ്ടും പരസ്പരം ചേർന്നിരിക്കുന്നു. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം കൃതി ശോകഘട്ടങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായി ഉള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും ചുട്ടാത്മനാം വരുന്നു ഉപതജനം. ദുഷ്ടമെല്ലാം മഹാമായി ദീപാവനാൽ ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രനുദിച്ചിതു സത്വരം. രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തു. തോണി വരുത്തുകെന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു പണങ്ങിനാൻ. സാമിന്നയം തോണിയാ സമാരുഹ്യതാം സൗമിത്രനാം ജനകാത്മജയാ സമം. തോണി തുഴയുന്നതു മടിയൻ തന്നെ മാനവവീരാ മമ പ്രാണവല്ലഭ. സിംഗിവേരാജിവൻ വാക്കു കേട്ടന്നേരം മംഗളദേവതയാകിയ സീതയും കയ്യും പിടിച്ചു കരേറ്റി. ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയതിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രീവുമായുധമായ ഒരു തോണി കരേറിനാൻ. ജ്ഞാനിവർഗത്തോടു കൂടെ ഗുഹൻ പരമാദരവോട് വഹിച്ചിതു തോണിയും. അതുകൊണ്ട് അറിവുള്ളവർ ധൈര്യത്തോടെ ഹൃദയത്തിൽ ശോകവും ആഹ്ലാദവും ഇല്ലാതെ കഴിയുന്നു. ഇഷ്ടമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും മനുഷ്യങ്ങൾ സംഭവിക്കുമ്പോഴും എല്ലാം മായയാണെന്ന വിചാരത്തെ വിദ്വാൻമാർ സന്തുഷ്ടരായി കഴിയുന്നു. ഈ വിധത്തിൽ ഗുഹനും ലക്ഷ്മണൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ സൂര്യോദയമായി. നിത്യകർമ്മങ്ങൾ കഴിച്ചു വന്നിട്ട് ശ്രീരാമൻ തോണി വരുത്തുക എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഗുഹൻ നല്ല തോണി കൊണ്ടുവന്ന് ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, സ്വാമി ഇതാ തോണി എത്തിയിരിക്കുന്നു. ദേവിയോടും ലക്ഷ്മണകുമാരനോടും ഒപ്പം അവിടുന്ന് ഇതിൽ കയറിയാലും മാനവവീര ഇന്ന് അടിയൻ തന്നെ തോണി തുഴയുന്നുണ്ട്. ഗുഹൻ പറഞ്ഞത് കേട്ട് ശ്രീരാമൻ സീതയെ കൈക്ക് പിടിച്ച് തോണിയിൽ കയറ്റി. ഗുഹന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് രാമദേവനും തോണിയിൽ കയറി. ആയുധമെല്ലാം എടുത്തുകൊണ്ട് ലക്ഷ്മണനും തോണിയിൽ കയറി. ബന്ധുജനങ്ങളോടൊപ്പം ഗുഹൻ തോണി തുഴഞ്ഞു. ഗംഗാമംഗലാപാംഗിയാം ജാനകീ ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ. സംഗീന ശംഭുതൻ മൗലിയിൽ വാടുന്ന സുന്ദരി കൈമവജി നമസ്തോ നമസ്തേ നമോ. മന്ദാകിനി ദേവി നമ ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാലിങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവൻ. രക്ഷിച്ചുകൊള്ളുക നീ ആപത്തു കൂടാതെ രക്ഷാരി വല്ലഭേ ഗംഗേ നമസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്നിച്ചിരിക്കവേ തത്വരം വാരാകുലം ഗമിച്ചിരിനാൽ. തോണിയിൽ നിന്നു താഴെത്തിറങ്ങി ഗുഹൻ താണു തൊടുത്തപേക്ഷിച്ചാൻ മനോഗതം. കൂടെ വിടകൊള്ളുന്നതിനടിയനും ഒരു ആടൽ കൂടാതെ എരിച്ചു നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലാകിലേനാംഗബിംബാനനാ ജഗദീപതേ. നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സിൽ സന്തോഷേന രാഘവനേവമരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവില്ലാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിയിടു നീ സത്യവിരോധം വരാരാമഭാഷിതം. ഇത്തരമോരോ വിധമരുളി ചെയ്തു ചിത്തമോദേന കാടാശേഷവും ചെയ്തു. ഭക്തനെ പോകന്നയച്ചു രഘൂത്തമൻ ഭക്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. മന്ദമന്ദം തോണിമേലെ ഗുഹൻ വീണ്ടും മന്ദിരം പൂക്കു ചിന്തിച്ചു മരുവിനാൾ. സീതാദേവി തോണിയിലിരുന്നു കൊണ്ട് ഗംഗയെ പ്രാർത്ഥിച്ചു വണങ്ങി. ഗംഗേ ഭഗവതി നമസ്കാരം.
പ്രേമത്തോടെ ശ്രീപരമേശ്വരന്റെ ശിരത്തിൽ വാഴുന്ന സുന്ദരിയായ ഹൈമവതി നമസ്കാരം. ഞങ്ങൾ വനവാസം കഴിഞ്ഞ് മടങ്ങി വന്നാൽ നിനക്കായി വലിയ പൂജകൾ സമർപ്പിക്കാം. ശങ്കരപ്രിയേ, നീ ഞങ്ങളെ ആപത്തു കൂടാതെ രക്ഷിച്ചുകൊള്ളണമേ. ദേവി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ തന്നെ തോണി മറുപടിയിലെത്തി. തോണിയിൽ നിന്നിറങ്ങിയ ഗുഹൻ ശ്രീരാമചന്ദ്രനോട് അപേക്ഷിച്ചു, അങ്ങേ അനുഗമിക്കാൻ അടിയനെ അനുവദിക്കണം. ഇല്ലെങ്കിൽ ലോകനാഥ, അടിയൻ ജീവത്യാഗം ചെയ്യും. നിഷാദൻ പറഞ്ഞത് കേട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സന്തോഷത്തോടെ പറഞ്ഞു, സത്യമായും 14 വർഷം വനത്തിൽ വസിച്ചിട്ട് ഞാൻ വേഗം ഇങ്ങ് വരും. നീ ദുഃഖമില്ലാതെ ഇവിടെ വസിക്കുക. രാമന്റെ വാക്ക് ഒരിക്കലും അസത്യമാവുകയില്ല. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ആലിംഗനം ചെയ്തിട്ട് ശ്രീരാമചന്ദ്രൻ ഭക്തനെയും യാത്രയാക്കി. ഗുഹൻ വീണ്ടും തോണിയിലേറി സ്വഗൃഹത്തിലേക്ക് പോയി ചിന്താകുലനായി വസിച്ചു. ഭരദ്വാജാശ്രമ പ്രവേശമാണ്. വൈദേഹി തന്നോടുകൂടെ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു. സാദരം ഭുക്താ സുഖേന വധിച്ചു രൂപാതപമൂലേ ദൃഢാദരാഢ്യത്തൽപത്തലേ. മാർത്താണ്ഡദേവൻ ഉദിച്ചോടനന്തരം പാർത്ഥിവൻ അത്യാദി സത്യകർമ്മം നിത്യകർമ്മം ചെയ്തു. ചെന്നു ഭരദ്വാജനായ സഹോദരൻ തന്നാശ്രമപദത്തിനടുത്താതരാൽ ചിത്തമോദത്തോടിരുന്നോരു നേരത്തു തത്ര കാണായിരു വടു തന്നെയും. അപ്പോൾ അവനോടരുൾ ചെയ്തു, രാഘവൻ ഇപ്പോഴേ നീ മുനിയോട് ഉണർത്തിക്കണം. രാമൻ ദശരഥനന്ദനോട് തൻ ഭാമിനിയോടും മനുഷ്യനോടും വന്നു പാർത്തിരിക്കുന്നത് ജാതികേ എന്നു വാർത്താം. വൈകാതെ ഉണർത്തിക്കുന്നപ്പോൾ താപസേട്ടനോട് ആ ബ്രഹ്മചാരി എന്ന ഭോഗ സന്തോഷമോട് ചൊല്ലിയിടിനാൻ. ആശ്രമോപാധി ദശരഥപുത്രനുണ്ട് ആശ്രിതവത്സരാപാർത്തിരും നേരുന്നു. ശ്രുത്വാ ഭരദ്വാജനിത്യം സമുദ്ധായ ഹസ്തേ സമാധായ സാഖ്യാപാദ്യാദിയും ഗത്വാ ജഗൂത്തമസന്നിധൗ സത്വരം ഭക്തൈവ പൂജയിത്വാ സലക്ഷണം. സീതാലക്ഷ്മണസമേതനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മാനിനെ കൊന്ന് ഭക്ഷണമാക്കിക്കൊണ്ട് പച്ചിലകൾ കൊണ്ടുണ്ടാക്കിയ തൽപ്പത്തിൽ ഉറങ്ങി. സൂര്യോദയത്തിന് ശേഷം നിത്യകർമ്മങ്ങൾ കഴിച്ചിട്ട് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിനടുത്തെത്തി ഇരുന്നപ്പോൾ ഒരു ബ്രഹ്മചാരിയെ കണ്ടു. അവനോട് ശ്രീരാമൻ പറഞ്ഞു, ദശരഥപുത്രനായ രാമൻ ഭക്തിയോടും മനുഷ്യരോടും കൂടി ആശ്രമത്തിനടുത്ത് വന്നു കാത്തിരിക്കുന്നുവെന്ന് ഇപ്പോൾ നീ ചെന്ന് മുനിയെ അറിയിക്കണം. ആ ബ്രഹ്മചാരി ഉടനെ പോയി സന്തോഷത്തോടെ മഹർഷിയോട് പറഞ്ഞു. ആശ്രിതവത്സരായി ആശ്രമത്തിനടുത്തായി ദശരഥ മഹാരാജാവിൻ്റെ പുത്രൻ വന്നു കാത്തിരിക്കുന്നു. ഇത് കേട്ട ഉടനെ ഭരദ്വാജൻ പരിഭ്രമത്തോടെ എഴുന്നേറ്റ് അർഘ്യമാദ്യാദികൾ എടുത്തുകൊണ്ട് ശ്രീരാമന്റെ സമീപത്തിലെത്തി. ധൃത്വാരമാവരം രാമം ദയാപരം ധൃത്വാ പരമാനന്ദാബ്ദൗ മുടീനാൻ. ദാശരഥിയും ഭരദ്വാജമാതങ്ങളാശു വണങ്ങിനാൻ ഭാര്യയാനുജാനിതം. ആശീർവചനപൂർവം മുനി പൊങ്കവനാശയാനന്ദവിയെന്നമരു അള്ളി ചെയ്തു. പാദരചതാപവിത്രയാക്കിരുനി വേദാത്മകാമപർണശാലാമിമാം. ഇച്ഛമുക്തോടജാമാനീയ സീതയാം സദ്യസ്വരൂപം സഹാനുജം സാദരം. പൂജാവിധേന പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശേഷനരുൾ ചെയ്തു. നിന്നോട് സംഗമമുണ്ടാക കാരണം ഇന്നു വന്നു തപസാവല്യമൊക്കവേ. യാത്വാമയാതബോധന്തം രഘുപതേ ഭൂതമാകാമികം വാ കരുണാനിധി. ഞാനറിഞ്ഞേ പരമാത്മാ ഭവാൻ കാര്യമാനുഷ്യനായി ഭൂതലേ. ബ്രഹ്മണ പണ്ടു സംപ്രാർത്ഥിതനായ ജന്മമുണ്ടായതു യാതൊരിഞ്ഞെന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാനറിഞ്ഞേരിനെ നിന്നതി നിന്നടൂ. ജ്ഞാനസത്യാതവതയനികാജാതയാം ജ്ഞാനമൂർത്തി സകലത്തെയും കണ്ടു ഞാൻ. എന്തിനു ഞാൻ വളരെ പറഞ്ഞിരുന്നു സന്തുഷ്ട ബുദ്ധ്യാകൃതാത്യനായേന. ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസശേഷനോടേവമരുൾ ചെയ്തു. ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടെ നിഗ്രഹിക്കണമേ. ഇത്തമന്യോന്യഭാഷണവും ചെയ്തു. തത്ര കഴിഞ്ഞു രാത്രി മുനിയുമായി. ഇത് കേട്ട ഉടനെ ഭരദ്വാജൻ പത്മത്തോടെ എണീറ്റ് അഗ്നിവാചാദികൾ എടുത്തുകൊണ്ട് ശ്രീരാമന്റെ സമീപത്തെത്തി അദ്ദേഹത്തെയും ലക്ഷ്മണനെയും ഭക്തിപൂർവം പൂജിച്ചു. ലക്ഷ്മീവല്ലഭനും ദയാദിയുമായ ശ്രീരാമചന്ദ്രനെ മുമ്പിൽ കണ്ട് സന്തോഷനായ മുനി ആനന്ദസാഗരത്തിൽ മുഴുകി.
സീതയോടും ലക്ഷ്മണോടും മൊത്ത ശ്രീരാമചന്ദ്രൻ മുനിയുടെ പാദങ്ങളിൽ വണങ്ങി മഹർഷി അവരെയെല്ലാം ആശീർവദിച്ചിട്ട് പറഞ്ഞു, വേദസ്വരൂപാങ്ങയുടെ പാദമാംസുക്കൾ കൊണ്ട് എൻ്റെ ഈ ആശ്രമത്തെ പരിശുദ്ധമാക്കിയാലും. ഇങ്ങനെ പറഞ്ഞിട്ട് സീതയോടും ലക്ഷ്മണനോടും ഒപ്പം ശ്രീരാമയെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പൂജിച്ചുകൊണ്ട് ഭരദ്വാജ മുനി പറഞ്ഞു, അങ്ങയെ കണ്ടെത്താൻ കഴിഞ്ഞതോടെ എൻ്റെ തപസ്സുകൾക്കെല്ലാം ഇന്ന് പ്രബലമായി. രഘുപതി, അങ്ങയുടെ വൃത്താന്തമെല്ലാം ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഭൂതവും ഭാവിയുമൊക്കെ എനിക്ക് കാണാം. പരമാത്മസ്വരൂപനായ മനുഷ്യനായ ഭൂമിയിൽ കിടന്നിരിക്കുകയാണ് പണ്ട്. ബ്രഹ്മാവ് പ്രാർത്ഥിച്ചതനുസരിച്ച് അങ്ങ് അവതരിച്ചതിൻ്റെ ഉദ്ദേശം എന്തെന്നും എനിക്കറിയാം. വനവാസത്തിന് അവസരമുണ്ടായത് എന്തിനാണെന്ന് ഞാൻ അറിയുന്നു. ജ്ഞാനസ്വരൂപങ്ങയെ ജനിച്ചുകൊണ്ട് മാത്രമുണ്ടായ ജ്ഞാനദൃഷ്ടി കൊണ്ട് ഞാൻ ഒക്കെയും കണ്ടറിയുന്നു. ഞാൻ എന്തിനേറെ പറയുന്നു, എനിക്കിന്ന് സന്തോഷമുണ്ട്. ഞാൻ കൃതാർത്ഥനായി. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഭരദ്വാജനെ വന്ദിച്ചിട്ട് ആദരപൂർവ്വം പറഞ്ഞു, മഹർഷിയെ, ക്ഷത്രിയരായി ഞങ്ങളെ സന്തോഷത്തോടെ അനുഗ്രഹിക്കണം. ഈ വിധം സംഭാഷണങ്ങൾ മുനിയോടൊത്ത് ശ്രീരാമചന്ദ്രൻ ആശ്രമത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ